ഫോറക്സ് മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മളോടൊപ്പം ട്രേഡ് ചെയ്യുന്നത് ആരൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. വെൽക്കം ടു ഡേ 15 ഓഫ് ഫോറക്സ് ലേണിംഗ് ചലഞ്ച് ഇൻ 30 days. നമ്പർ 1 റീറ്റെയിൽ ട്രേഡേഴ്സാണ്. അതായത് എന്നെയും നിങ്ങളെയും പോലെയുള്ള ട്രേഡേഴ്സ് ആയിരിക്കും ആദ്യം ഉണ്ടാവുക. രണ്ടാമതായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അതായത് ബാങ്കുകളും അതുപോലെ തന്നെ ഹെഡ്ജ് ഫണ്ടുകളും ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ടാവും. മൂന്നാമതായിട്ട് സെൻട്രൽ ബാങ്ക്, അതായത് ഓരോ രാജ്യത്തിൻ്റെയും മോണിറ്ററി പോളിസികളും അതുപോലെ തന്നെ കറൻസി റിസർവുകളും സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർ ഉറപ്പായിട്ടും നമ്മുടെ ഫോറക്സ് മാർക്കറ്റിൽ ഉണ്ടാവും. നാലാമതായിട്ട് കോർപ്പറേറ്റ്സ് ആണ്. അതായത് ആപ്പിൾ പോലെയുള്ള ഒരു കമ്പനി ഒരു ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഏർപ്പെടുന്ന സമയത്ത് അവരുടെ കറൻസി റിസ്കുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് മേക്കേഴ്സും അതുപോലെ തന്നെ ഫോറക്സ് ബ്രോക്കേഴ്സും നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ അവസാനമായിട്ട് സ്പെക്കുലേറ്റേഴ്സും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകളുമായിരിക്കും നമ്മുടെ ഫോറക്സ് മാർക്കറ്റിൽ ഉണ്ടാവുക. അപ്പോൾ ഇവർ ചെയ്യുന്നൊരു കാര്യം മാർക്കറ്റിൽ ഉണ്ടാകുന്ന വലിയ വലിയ ഫ്ലക്ച്വേഷനെ ട്രേഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ